വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബ് ചാനൽ. ഇതിനോടകം നിങ്ങൾ ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ സമയത്ത് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഭാഗം പ്രസ് ചെയ്യുക. ഇനി നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ തന്നെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറുപടിയും അനുഗ്രഹം നൽകട്ടെ. ഈ സാക്ഷ്യത്തിന് ശേഷം നിങ്ങൾക്കും ഇതുപോലൊരു സാക്ഷ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദയവായി എനിക്ക് 2 വർഷം മുൻപ് യേശു കൊടുത്തൊരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യം എക്സാമിൻ്റെ സമയത്ത് കൊടുത്തതാണ്. ഈ മോള് 10th പഠിക്കുന്ന സമയത്ത് 10th ആയത് മുതൽ, പക്ഷെ അതിന് മുൻപ് 9ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ മോള് പറഞ്ഞത് നന്നായിട്ട് പഠിക്കും, പക്ഷേ എക്സാം വരുമ്പോഴേക്കും ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് എക്സാം എല്ലാം എഴുതാൻ സാധിക്കാത്ത അവസ്ഥയിൽ വളരെ കുറഞ്ഞ മാർക്ക് മാത്രമേ മോൾക്ക് ലഭിച്ചിരുന്നുള്ളൂ. 10th കടന്ന അന്ന് മുതൽ താൻ ഈ ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്നും പ്രയർ ഡയറി വാങ്ങിച്ചു, അതുപോലെ തന്നെ വിന്നേഴ്സ് ഫാക്ടറി ബുക്ക് വാങ്ങിച്ചു. അങ്ങനെ ഡാമിൻ ബ്രദറിൻ്റെയും ഷെമസസിൻ്റെയൊക്കെ മെസ്സേജുകളെല്ലാം കേൾക്കാൻ തുടങ്ങി. ആ ഒരു വർഷം ഇത് തന്നെയായിരുന്നു മോളുടെ പരിപാടി. എന്നിട്ടും ആനുവൽ എക്സാം വന്ന സമയത്ത് 10th ആനുവൽ എക്സാം വന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ വന്നു. മോള് പറഞ്ഞത് മാത്സ് എക്സാം നടക്കുന്ന സമയത്ത് ടെൻഷൻ കൂടിയിട്ട് മൈഗ്രെയിൻ തലവേദന വന്നു. ജീവിതത്തിലാകെ 3-4 തവണയും ഈ മൈഗ്രെയിൻ വന്നിട്ടുള്ളൂ. ആ 4ാമത്തെ തവണ വന്നത് ആ മാത്സ് എക്സാം നടക്കുന്ന അന്നായിരുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് 1:30ക്കാണ് എക്സാം നടന്നത്. പക്ഷേ ഈ മോള് ഹാളിലെത്തിയപ്പോഴേക്കും 1:45 പക്ഷേ ടീച്ചേഴ്സ് കയറ്റിയിരുത്തി. എന്നാലും ആ തലവേദനയുടെ ഹാങ് ഓവറോടൊക്കെ കൂടിയാണ് ആ എക്സാം എഴുതി തീർത്തതും, ആ SSLCയുടെ ആനുവൽ എക്സാം എഴുതി തീർത്തതും. ഈ മോള് ആദ്യം മുതൽ പ്രയർ ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചിരുന്നത് ഈ വർഷം എനിക്ക് ഫുള്ള് A+ കിട്ടണമെന്നുള്ളതായിരുന്നു. ഈ മോള് പറഞ്ഞത് എനിക്കൊരിക്കലും അങ്ങനെ ലഭിക്കാൻ സാധ്യതയില്ല, കാരണം കഴിഞ്ഞ 9 വർഷമായി നന്നായി പഠിച്ചാലും അന്നത്തെ ദിവസം എനിക്ക് എഴുതാൻ സാധിക്കത്തില്ല എന്നായിരുന്നു മോളുടെ ചിന്താഗതിയും എക്സ്പീരിയൻസും. പക്ഷേ അന്നത്തെ ദിവസം ആ 10th പഠിക്കുന്ന സമയം, ആനുവൽ എക്സാം നടക്കുന്ന സമയം, എല്ലാ എക്സാമും പഠിച്ചിരുന്നു, അതുപോലെ തന്നെ നന്നായിട്ട് എഴുതാൻ സാധിച്ചു. റിസൾട്ട് വന്നപ്പോൾ മാത്സ് എക്സാമിനടക്കം ഫുള്ള് A+ തനിക്ക് ലഭിച്ചു. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും. പ്രയർ ഡയറി ഒക്കെ ആയിട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്ന എന്താണ്? അതിനകത്ത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. എന്താ മോളെ എഴുതി വെച്ചിരുന്നത്? രജിസ്റ്റർ നമ്പർ എഴുതിയിട്ട് ഈ വർഷം ഇതാണ് എൻ്റെ രജിസ്റ്റർ നമ്പർ, ഈ വർഷം എല്ലാ വിഷയത്തിനും ഫുൾ A+ നേടാൻ എൻ്റെ കർത്താവിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ദൈവം അതുപോലെ തന്നെ പ്രവർത്തിച്ചു. ഈ കുഞ്ഞിനൊന്ന് അനുഗ്രഹിച്ചേ. കർത്താവെ, നീ കൊടുത്ത വലിയ വിജയം കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. ഈ വിജയത്തിൽ കർത്താവെ അതിൻ്റെ 100% ക്രെഡിറ്റ് അങ്ങേക്കുള്ളതാണ് എന്ന് കർത്താവ് ഇവൾ സാക്ഷ്യപ്പെടുത്തിയല്ലോ. അതുകൊണ്ട് തന്നെ കർത്താവെ, യേശുവിൻ്റെ കൈ പിടിച്ച് അടുത്ത ഭാവിയുടെ അടുത്ത ചുവടുകളിലേക്ക്, സ്റ്റെപ്പുകളിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ ഇവളെ സഹായിക്കണമേ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്തതി എന്ന് ഇവളുടെ കുടുംബക്കാരെല്ലാവരും പറയത്തക്ക വിധത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഇവളെ കയറ്റിക്കൊണ്ടു പോകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ പരീക്ഷാ കാലഘട്ടത്തിൽ ബ്രദർ ഡാമിയൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഴുതിയ വിന്നേഴ്സ് ഫാക്ടറി എന്ന പുസ്തകം നിങ്ങൾക്ക് ഒരു പഠന സഹായമായി മാറുവാൻ സ്പെഷ്യൽ ഓഫറായ 200 രൂപയ്ക്ക് ലഭ്യമാവുന്നു. കോപ്പികൾക്കായി വിളിക്കൂ 0484 422 150. ഈ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ്, മലയാളം പരിഭാഷകളും ഇ ബുക്ക് വേർഷനും ആമസോണിൽ ലഭ്യമാണ്.